Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Afternoon. Good afternoon. Good afternoon, ma'am. നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. വായിച്ചു നോക്കിയായിരുന്നോ? കഴിഞ്ഞ ദിവസം എടുത്തത് വായിച്ചിരുന്നോ? ശരി. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? മനസ്സിലാവുന്നുണ്ടായിരുന്നോ? ക്ലിയർ ആയിരുന്നോ? നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെയാണോ? ഡൗട്ടുകളൊന്നുമില്ല, ക്ലിയർ ആണ്. നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ക്ലിയർ എന്ന് തന്നെയാ പറയുന്നത്. നമുക്ക് എന്താണ് നെക്സ്റ്റ് ഭാഗം എന്ന് പറയുന്നത്? എവിടെ വരെയാ നമ്മള് എടുത്തു നിർത്തിയത്? എമർജൻസി എക്യുപ്മെന്റ്സ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ് അതുവരെയല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾക്ക് അത്യാവശ്യം കാര്യങ്ങളല്ലേ പ്രധാനമായിട്ടുള്ള ഫംഗ്ഷനൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ആ പ്രൊസീജിയേഴ്സിനൊക്കെ ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ അല്ലെ, കുറച്ച് പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണമെന്നുള്ള കാര്യമാണ് നമ്മൾ ജസ്റ്റ് കണ്ടത്. ഇനി നമുക്ക് ഇതിൽ നെക്സ്റ്റ് നോക്കാനുള്ളത് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ഇൻവോൾവ് സ്റ്റാൻഡേർഡ് പോളിസീസ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. അതായത് നമുക്കറിയാം അവിടെയുള്ള പേഷ്യൻസിന് ആണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലെ. പേഷ്യൻസിന് നല്ല തൃപ്തികരമായിട്ടുള്ള സേവനം കൊടുത്ത് വിട്ടാൽ മാത്രമാണ് വീണ്ടും വീണ്ടും പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് വരുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് പേഷ്യൻസിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള പോളിസീസ് അത് അല്ലെ ഭരണകൂടം തീർച്ചയായിട്ടും ആ ഒരു ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ് തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോളിസികളാണ് വരുന്നത്. എന്താണ് പറയുന്നത്? ഫസ്റ്റ് വൺ പറയുന്നത് മെത്തേഡ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ. അതായത് നമ്മള് വ്യത്യസ്ത തരത്തിലുള്ള അല്ലെ, ചിലപ്പോ ഒരു കോമൺ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാകും, ചിലപ്പോൾ നമുക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്ത് ഓപ്പറേഷൻ തിയേറ്ററുകളുണ്ടാകും. ചിലപ്പോ ഒന്ന് രണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെ അവർക്ക് ഒന്നിച്ച് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാകും. ചിലപ്പോ കോമൺ ആയിട്ടല്ല ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആയിരിക്കും. അതോ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസ് അനുസരിച്ചിട്ട് സൗകര്യങ്ങളുടെ കിടപ്പ് അനുസരിച്ചിട്ടായിരിക്കും ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ രൂപം കൊള്ളുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ വ്യത്യസ്ത പേഴ്സൺസ് എന്തായാലും ഓപ്പറേഷന് വേണ്ടിയിട്ട് വരും അല്ലെ. അപ്പൊ ഓരോരുത്തരെയും തിരിച്ചറിയാനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് അവൈലബിൾ ആക്കണം. ആ മാനദണ്ഡം അവിടെ കീപ്പ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഓരോ പേഷ്യന്റിനും കൃത്യമായിട്ടുള്ള ഓപ്പറേഷൻ എന്ന പ്രൊസീജിയർ നടപ്പാക്കാനൊക്കെ സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ മെത്തേഡ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷന്റെ ഐഡന്റിറ്റി ഓരോ പേഷ്യൻസിന് കൊടുക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ. ഐഡന്റിറ്റി ആർക്ക് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് എന്താണ്? റെസ്ട്രെയിനിങ് ഓഫ് പേഷ്യൻസ് ഡ്യൂറിങ് മൂവ്മെന്റ്. അതായത് നമുക്കറിയാം രോഗികൾ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് അല്ലെ, ചിലപ്പോ 2-3 ഡിപ്പാർട്ട്മെന്റിന് കൂടിയിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ഓപ്പറേഷൻ തിയേറ്റർ. അപ്പൊ അങ്ങനെ വരുമ്പോൾ മിക്കപ്പോഴും ഇങ്ങനെ ഓപ്പറേഷൻ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ അവിടെ അവയുടെ ആ ബെഡിന്റെ അവൈലബിലിറ്റി നോക്കിയിട്ടായിരിക്കും ഓരോ ഓപ്പറേഷനും വേണ്ടിയിട്ട് രോഗികളെ നിശ്ചയിക്കേണ്ടത് അല്ലെ. അപ്പൊ റെസ്ട്രെയിനിങ് ഓഫ് പേഷ്യൻസ് ഡ്യൂറിങ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ നിയന്ത്രണം ആവശ്യമാണ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരാളുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് അല്ലെ ആ വ്യക്തി മാറി ഫ്രീ ആയതിനു ശേഷം മാത്രമാണ് അടുത്ത പേഷ്യന്റിനെ നമുക്ക് അവിടെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിന്റെ കൺട്രോളിങ് അത് കൃത്യമായിട്ട് തന്നെ നടത്തേണ്ടതാണ്. നെക്സ്റ്റ് എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ് ഓൺ ഓപ്പറേറ്റിംഗ് ടേബിൾ ബൈ ടേണിംഗ് ഓർ ട്രാൻസ്ഫറിംഗ്. അതായത് എപ്പോഴും നമുക്കറിയാം ഓപ്പറേറ്റിംഗ് ടേബിൾ എന്ന് പറയുന്ന ഒരു മോസ്റ്റ് വാല്യബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലെ. അത് നമ്മൾ കണ്ടായിരുന്നു. സെൻട്രലായിട്ട് തന്നെയാണ് അത് കീപ്പ് ചെയ്യണം. അത് തിരിക്കാനായിട്ടും അല്ലെ പൊക്കാനായിട്ട് താഴ്ത്താനായിട്ട് ചിരിക്കാനൊക്കെ ആയിട്ട് പറ്റുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നു അല്ലേ? ഓർക്കുന്നില്ലേ? ഓർക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ആ ടേബിളിന്റെ സുരക്ഷ അല്ലെ, അത് പേഷ്യന്റിന് അനുസൃതമായിട്ടുള്ള രീതിയിലായിരിക്കണം അത് കൈകാര്യം ചെയ്യുന്നത്. ചിലപ്പോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാതെ ഈ പറഞ്ഞോണം പൊക്കണം എന്നൊക്കെ ഉള്ളത് മസ്റ്റാണ്.
പറ്റാത്തൊരു സ്റ്റേജിലാണെങ്കിൽ ഓക്കെ, പറ്റാത്തൊരു സ്റ്റേജിലാണ് വരണമെങ്കിൽ എന്താണ്, പേഷ്യന്റിനെ സംബന്ധിച്ചത് ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ. നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ആ ഒരു ടേബിള് നല്ല കൃത്യമായിട്ടുള്ള രീതി ഫോളോ ചെയ്യുന്നതായിരിക്കണം. അല്ലെങ്കിൽ എന്താണ്, ആ വ്യക്തിയെ സംബന്ധിച്ച്, അതിൽ കിടക്കുന്ന പേഷ്യന്റിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ്, പേഷ്യന്റിന്റെ സംരക്ഷണാർത്ഥം ഓപ്പറേറ്റിംഗ് ടേബിൾ വയൽ ടേണിംഗ് ഓർ ട്രാൻസ്ഫറിങ്, അവരുടെ സംരക്ഷണ രീതി അനുസരിച്ചിട്ട് എന്താണ് ടേൺ ചെയ്യാനും തിരിക്കാനും ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്താണ്, ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾ. നമ്മൾ കണ്ടായിരുന്നല്ലേ ഓപ്പറേഷൻ റൂമിൽ പാലിക്കേണ്ട കുറെ പ്രോട്ടോകോൾ ഒക്കെ കണ്ടായിരുന്നു. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഒക്കെ ധരിച്ചിട്ടാണ് പോകേണ്ടത്. ഓരോരോ പ്ലേസുകളുണ്ട് അല്ലെ, ക്ലീൻ ആയിട്ടുള്ള പ്ലേസിൽ കൂടെ തന്നെയാണ് മൂവ്മെന്റ് ഒക്കെ ചെയ്യേണ്ടത്. അങ്ങനെ കുറെ പ്രോട്ടോകോളുകൾ ഉണ്ടായിരുന്നു അല്ലെ. അത് പേഷ്യന്റിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, പേഷ്യന്റിന്റെ സുരക്ഷയുടെ ആവശ്യം മുൻനിർത്തിയിട്ടാണ് ഈ പ്രോട്ടോകോൾ എല്ലാം ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അല്ലെ. ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാൻ, അണുബാധ ഉണ്ടാവാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടോകോൾ നടപടികളെല്ലാം ഉണ്ടായിരിക്കണമെന്ന്. ക്ലിയറായോ? പേഷ്യന്റിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ സ്റ്റാൻഡേർഡ് പോളിസികളാണെന്നുള്ളത് ക്ലിയറോ? എന്താണ് ഫസ്റ്റ് വൺ പറഞ്ഞത്? ഐഡന്റിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ് പറഞ്ഞത്? പേഷ്യന്റിന്റെ മൂവ്മെന്റിന് അല്ലെ ഒരു കൺട്രോൾ ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്, ആ ടേബിള് അല്ലെ, ടേബിള് എന്താണ് ഇവർക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ അല്ലെ ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. എന്താണ്, ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോളുകൾ ഉണ്ടായിരിക്കും. ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, ഇൻഫെക്ഷൻ പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ അണുബാധയ്ക്ക് മുൻകരുതലായിട്ട്, അണുബാധകൾ വരരുതെന്ന് മുൻകൂട്ടി കാണാൻ വേണ്ടിയിട്ടാണ്. റിസ്ട്രെയിനിങ് എന്ന് പറയുന്നത് നിയന്ത്രണം, പറഞ്ഞോ ഒരു മൂവ്മെന്റ് അല്ലെ, ഒരാളുടെ കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ആളെ കൊണ്ടു കിടത്താൻ പറ്റും. അപ്പൊ അത്തരം കാര്യങ്ങളാണ് എന്താണ് പ്രധാനമായിട്ടും മൂവ്മെന്റ് നിയന്ത്രിച്ചു പോകണം. അതിനനുസരിച്ചിട്ടുള്ള പ്രൊട്ടക്ഷൻ അതായത് ടേബിളിൽ ഉണ്ടായിരിക്കണം. ഇൻഫെക്ഷൻ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അണുബാധയ്ക്ക് മുൻകരുതലായിട്ടുള്ള കുറെ പ്രോട്ടോകോൾ, നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിക്കണം. അല്ലെങ്കിൽ എന്താണ് അവിടെ കൃത്യമായിട്ടുള്ള വെന്റിലേഷൻ സൗകര്യം കൊടുക്കണം. അങ്ങനെ കുറച്ച് മാനദണ്ഡങ്ങൾ നമ്മൾ കണ്ടായിരുന്നില്ലേ. അത്തരം മാനദണ്ഡങ്ങൾ മസ്റ്റായിട്ടും അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ പേഷ്യന്റിന്റെ സാറ്റിസ്ഫൈ അല്ലെ, പേഷ്യന്റിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇൻ റിക്കവറി റൂമിനെ കുറിച്ച് നോക്കാം. കണ്ടിന്യൂ ചെയ്തോട്ടെ. ഇൻ റിക്കവറി റൂം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓപ്പറേഷൻ കഴിഞ്ഞത്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാണ്. ഇൻ റിക്കവറി റൂം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള റൂം അല്ലെ. അപ്പൊ അവിടെ എന്തായിരിക്കണം നമുക്കറിയാം, അവിടെ ഒരു ഒബ്സർവേഷൻ അല്ലെ, രോഗിയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. എന്തെങ്കിലും ബോധാവസ്ഥയൊക്കെ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തിയെ കുറിച്ചിട്ട് നമ്മൾ ശ്രദ്ധാലുവായിരിക്കണം. ആ ഒരു റൂമിനെ കുറിച്ചുള്ള കാര്യം നോക്കാം. Patient observation to be performed every 15 minutes after the surgery, involving vital signs, level of consciousness, bleeding, etc. അതായത് നമ്മൾ പറഞ്ഞ മാതിരി പേഷ്യന്റിനെ ഇവിടെ കൃത്യമായിട്ട് ഒരു സമയം പറഞ്ഞിട്ടുണ്ട് അല്ലെ. എവറി 50 മിനിറ്റ്സ്, ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും രോഗിയെ വിലയിരുത്തണം അല്ലെ, ഒബ്സർവ് ചെയ്യണം, നിരീക്ഷിക്കണം. എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിരീക്ഷിക്കുന്നത്? അവിടെ കൃത്യമായിട്ടുള്ള സിഗ്നൽ കാണിക്കുന്നുണ്ടോ, അതായത് കോൺഷ്യസ് ആവുന്നുണ്ടോ, ബോധാവസ്ഥ തിരിച്ചു വരുന്നുണ്ടോ, ബ്ലീഡിങ് വരുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യത്തെ കുറിച്ചിട്ടുള്ള ഒരു ഒബ്സർവേഷൻ, ഒരു നിരീക്ഷണം ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് കാര്യം. ഓക്കെ, ഈ ഒരു 15 മിനിറ്റ്സ് ഒക്കെ ഇടയ്ക്ക് ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. അവര് അല്ലെ ചിലപ്പോണെങ്കിലും റോങ് ആയിട്ട് 20 മിനിറ്റ്സ് 25 മിനിറ്റ്സ് എന്നൊക്കെ കാണിക്കും. നമ്മൾ നോക്കാം 50 മിനിറ്റ്സ്, ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും രോഗിയെ ഒബ്സർവ് ചെയ്യണമെന്നത്. നെക്സ്റ്റ് എന്താണ്, ഓൾ എക്യുപ്മെന്റ് ഷുഡ് ബി റെഡി ഓൺ ഡിമാൻഡ്. അതായത് ആവശ്യകത അനുസരിച്ചിട്ടുള്ള ലഭ്യത അല്ലെ, ഓരോ എക്യുപ്മെന്റിന്റെയും ലഭ്യത അവിടെ ഉറപ്പാക്കണം അല്ലെ. റിക്കവറി റൂമിൽ നിൽക്കുമ്പോഴായിരിക്കും ബ്ലീഡിങ് കാണുന്നതാണ്, ഇപ്പം ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഓടിപ്പോയി എന്താണ് ഡയറ്റർമി മെഷീനിലെ സഹായം ഉണ്ട് എന്നുള്ളത് അറിയാം. ഡയറ്റർമി മെഷീനെ സംബന്ധിച്ച് അന്വേഷിച്ചുകൊണ്ട് നടക്കാനൊന്നും പറ്റില്ല. ആ ടൈമിൽ തന്നെ ഡയറ്റർമി മെഷീൻ അവിടെ പ്രൊവൈഡ് ചെയ്യണം അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള എക്യുപ്മെന്റ് അവിടെ റെഡിലി അവൈലബിൾ ആയിരിക്കണം എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്.
റിക്കവറി റൂമില് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് മസ്റ്റ് ആയിട്ട് അവിടെ ആയിരിക്കണം. Then restriction of visitors to prevent the infection. നമുക്കറിയാം ഒബ്സർവേഷൻ റൂമിലായിരിക്കുമ്പോൾ നമ്മള് ചിലപ്പോൾ രോഗിയെ കാണിക്കാനൊക്കെ ആയിട്ട് അല്ലെ വിസിറ്റേഴ്സിനെ, അതായത് കസിൻസിനെ ഒക്കെ കയറ്റി വിടും അല്ലെ. അവിടെ എപ്പോഴും ഒരുപാട് കസിൻസിനെ കയറ്റി വിടാനായിട്ടുള്ള ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കരുത്. പിന്നെ റെസ്ട്രിക്ഷൻ ഒക്കെ കൊടുക്കണം. കാരണം എന്തുകൊണ്ടാണ് റെസ്ട്രിക്ഷൻ കൊടുക്കണം എന്ന് പറയുന്നത്? രോഗിയെ കാണാനായിട്ട് ഗസ്റ്റുകളെ അല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രിവെന്റ് ഇൻഫെക്ഷൻ, ഓക്കെ, ഇൻഫെക്ഷൻ അല്ലെ, അണുബാധ വരാതിരിക്കുന്നതിന് ഒരു മുൻകരുതലായിട്ടാണ് റെസ്ട്രിക്ഷൻസ് എല്ലാവർക്കും വരാനായിട്ടുള്ള പെർമിഷൻ കൊടുക്കാറുണ്ട്. ഓക്കെ, എല്ലാവർക്കും വരാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുക്കുന്നത് ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെയാണ്. നെക്സ്റ്റ് നമുക്കൊരു ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. എന്താണ് ലാസ്റ്റ് ടോപ്പിക്കിൽ പറയുന്നത്? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി. അതായത് നമുക്കറിയാം അവിടെ അല്ലെ ഓപ്പറേറ്റിംഗ് റൂമിൽ ഒരു എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഉണ്ട്. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന്. എന്താണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ പറയുന്നത്? ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറീസ് കീപ് ദ ഡിപ്പാർട്ട്മെന്റ് റണ്ണിംഗ് സ്മൂത്ത്ലി ആൻഡ് എഫക്റ്റീവ്ലി by greeting and welcoming patients. അതായത് എന്താണ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ രീതി അനുസരിച്ചിട്ട് അവിടെയുള്ള പേഷ്യൻസിനെയൊക്കെ അതിന്റെ മര്യാദയോട് കൂടിയിട്ട് വെൽക്കം ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ അല്ലെ, ഡിപ്പാർട്ട്മെന്റിന്റേതായിട്ടുള്ള ഏതെങ്കിലും സേവനങ്ങൾ അവർക്കുണ്ടെങ്കിൽ അല്ലെ, ഓരോ പേഷ്യന്റിനും ആവശ്യമുണ്ടെങ്കിൽ അവരെ നേരാവണ്ണം ട്രീറ്റ് ചെയ്ത് വെൽക്കം ചെയ്തിട്ട് തന്നെ ആ സേവനങ്ങള് സുഗമമായും എന്താണ് കാര്യക്ഷമമായിട്ടും അവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ആ ഡിപ്പാർട്ട്മെന്റ് നന്നായിട്ട് തന്നെ റൺ ചെയ്ത് പോവുക എന്നുള്ളത്, അതേമാതിരി തന്നെ അവിടെയുള്ള അല്ലെ വരുന്ന പേഷ്യൻസിനെ ഒക്കെ നല്ല രീതിയിൽ വെൽക്കം ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ ലഭ്യമാക്കി കൊടുക്കുക. അതാണ് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റിയിൽ പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് ആൻസറിംഗ് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്ലിയർ ഡൗട്ട്സ്. അതായത് പേഷ്യൻസ് ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾക്കൊക്കെ കൃത്യമായിട്ടുള്ള ആൻസർ കൊടുക്കുക, അതേമാതിരി തന്നെ വ്യക്തമായ അല്ലെ സംശയങ്ങൾക്കെല്ലാം വ്യക്തമായ മറുപടികൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. എന്താണ് നമുക്കറിയാലേ, ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്ന ഒരു രോഗി ആയതുകൊണ്ട് തന്നെ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, ഡൗട്ടുകളുണ്ടാവും. അപ്പൊ അവരോടൊന്നും നമുക്കൊന്നും എന്താ പറയുക, സെക്രട്ടറി ആയിരിക്കുന്ന പോസ്റ്റ് ഇരിക്കുന്നവര് നമുക്കൊന്നും കേൾക്കണ്ട എന്നുള്ള ഒരു മനോഭാവമാണെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല അല്ലെ, പേഷ്യൻസിന്റെ കസിൻസ് ഒന്നും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. അവർക്ക് ആവശ്യമായിട്ടുള്ള അവരെന്താണോ ചോദിക്കുന്നത് ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടികൾ കൊടുക്കുക എന്നുള്ളത് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ്. ഇതിനെന്താ പറയുന്നത്? ദീസ് വർക്കേഴ്സ് ഓപ്പറേറ്റ് ഓഫീസ് എക്യുപ്മെന്റ് ദാറ്റ് ഇൻക്ലൂഡ്സ് വോയിസ് മെയിൽ ആൻഡ് ഫോൺ സിസ്റ്റം, മെഷീൻ, കോപ്പിയേഴ്സ് ആൻഡ് സ്കാനേഴ്സ് ആൻഡ് ഓൾസോ മെയിൻറ്റെയിൻ ആൻഡ് ഓർഗനൈസ് ഡിപ്പാർട്ട്മെന്റ് സപ്ലൈസ്. അതായത് നമുക്കറിയാം അല്ലെ, വോയിസ് മെയിലൊക്കെ അയക്കേണ്ടതുണ്ടാവും, ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മെസ്സേജ് അയക്കേണ്ടതുണ്ടാവും, അതല്ലെങ്കിൽ അല്ലെ സ്കാനറിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും കോപ്പികളൊക്കെ അങ്ങനെയൊക്കെ കൊടുക്കേണ്ടതുണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള ഡ്യൂട്ടി ഒരു സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ ഉണ്ടാവും. അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു ഡ്യൂട്ടി ഇദ്ദേഹത്തിനുമായി ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഡ്യൂട്ടികൾ ചെയ്യാനായിട്ട് ഇദ്ദേഹം ബാധ്യസ്ഥനാണ്. അതായത് അവിടുത്തെ ഇത്തരത്തിലുള്ള വോയിസ് മെയിലും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ആരെയാണ്? നമ്മുടെ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെയാണ്. അവിടെ വീണ്ടും പറയുന്നുണ്ട് എന്താണ്? മെയിൻറ്റെയിൻ ആൻഡ് ഓർഗനൈസ് ഡിപ്പാർട്ട്മെന്റ് സപ്ലൈസ്. ആ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള പല എക്യുപ്മെന്റുകളും ഉണ്ട് അല്ലെ, അവിടെ അതിനാവശ്യമായിട്ട് ഇപ്പൊ പേപ്പേഴ്സ് ആയിരിക്കാം, എന്തെങ്കിലും ഓഫീസ് വർക്കിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതൊക്കെ സപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ആര് തന്നെയാണ്? നമ്മുടെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ഡ്യൂട്ടി തന്നെയാണ്. നെക്സ്റ്റ് നോക്കാം. They aspect and route message and transfer correspondence verbally or from writing. Okay. നോക്കാം എന്താണ് പറയുന്നത്? മെസ്സേജുകളെല്ലാം തന്നെ അല്ലെങ്കിൽ അതൊക്കെ എന്തെങ്കിലുമൊക്കെ മെസ്സേജുകൾ നമുക്കറിയാം അല്ലെ, ചില സംശയങ്ങളുടെ രൂപേണ തന്നെ എന്തെങ്കിലും മെസ്സേജുകൾ വന്നിട്ടുണ്ടാവും. അത്തരത്തിലുള്ള മെസ്സേജുകളുടെയൊക്കെ റൂട്ട് അനുസരിച്ചിട്ട് തന്നെ മറുപടികൾ കൊടുക്കണം. തന്നെ ട്രാൻസ്ഫർ കറസ്പോണ്ടൻസ് എന്തെങ്കിലും എഴുത്തുകുത്തുകൾ വന്നിട്ടുണ്ടാവും അല്ലെ, ചിലപ്പോൾ എന്തെങ്കിലും ആരോടെങ്കിലും വെർബലി നമ്മൾ റിട്ടേൺ പറയാനായിട്ട് ആവശ്യമുള്ളതായിരിക്കും. അതല്ലെങ്കിൽ എന്താണ് തിരിച്ചല്ലേ റിട്ടേൺ ഫോമിൽ തന്നെ മറുപടികൾ കൊടുക്കേണ്ടതുണ്ടാവും. അപ്പൊ സെക്രട്ടറി എന്ന നിലയ്ക്ക് എന്താണ്
അവരെ ആവശ്യമായിട്ടുള്ള മറ്റുള്ളവർക്ക്, അതായത് പേഷ്യൻസിനോ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിനോ അങ്ങനെ ആർക്കാണെങ്കിലും ആവശ്യമായിട്ടുള്ള ഈ തരത്തിലുള്ള മെസ്സേജുകൾക്കുള്ള മറുപടികളും എഴുത്തുകുത്തുകളും എല്ലാം അത് റിട്ടൺ ഫോമിലാണെങ്കിലും വെർബലി ആണെങ്കിലും അത് പകർന്നു കൊടുക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? നമ്മുടെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ഡ്യൂട്ടി തന്നെയാണ്. നെക്സ്റ്റ് നോക്കുക, അഡീഷണൽ ഡ്യൂട്ടീസ് കൺസിസ്റ്റ് ടേക്കിംഗ് സ്പെസിമെൻ ടു the lab, helping in scheduling procedures, supporting the department to update words. അതായത് നമുക്കിപ്പോ അറിയാം, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ ചില ടെസ്റ്റുകൾ വിധേയമാക്കണമെന്ന് പറയും അല്ലെ. അപ്പൊ ടെസ്റ്റുകളൊക്കെ വിധേയമാക്കണമെങ്കിൽ ലാബുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യും അല്ലെ. ചില ടെസ്റ്റുകളൊക്കെ എന്താണ് നമ്മൾ എതിരെ അല്ലെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് അല്ലെ, സപ്ലൈ ചെയ്യുന്നുണ്ട്. അതിന്റെ ആ സ്പെസിമെൻസ് ഒക്കെ അതിന്റെ ആ ഒരു ഇതുകളെല്ലാം നമ്മൾ പരിശോധിക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ ലാബുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഉറപ്പുവരുത്തേണ്ട ഒരു ഡ്യൂട്ടി ചിലപ്പോഴെങ്കിലും അഡീഷണൽ ഡ്യൂട്ടി ആയിട്ട് ഇതിന് വരാറുണ്ട്. നെക്സ്റ്റ് നമുക്ക് അറിയാം, ഇതേമാതിരി തന്നെ ഓപ്പറേറ്റിംഗ് റൂമില് അല്ലെ അദ്ദേഹത്തിന്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കിടത്തുകയോ തീർച്ചയായിട്ടും ചിലപ്പോ അല്ലെ കുറച്ച് സമയമൊക്കെ ചിലപ്പോൾ എടുക്കുന്ന ഓപ്പറേഷൻ പ്രവർത്തനമായിരിക്കാം. അതല്ലായെങ്കിലും നമുക്കറിയാം ചിലപ്പോ പെട്ടെന്ന് വിചാരിച്ച സമയം കൊണ്ട് തന്നെ തീരുന്നതായിരിക്കും അല്ലെ. അപ്പൊ അതിന്റെ ബെഡിന്റെ അവൈലബിലിറ്റി കേസ് ചിലപ്പോൾ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവർക്ക് തിരിച്ച് റിക്കവറി റൂമിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇൻ കേസ് നമ്മുടെ ഇപ്പോ നിലവിൽ ഓപ്പറേഷൻ റൂമില് ബെഡ് അവൈലബിൾ ആണോ, അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കൺസൾട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ സ്റ്റാറ്റസ് ഒക്കെ അറിയിക്കാനായിട്ടും അദ്ദേഹത്തിന് ബെഡിലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ക്ലിയർ ആയോ? അഡീഷണൽ ഡ്യൂട്ടീസ് കൺസിസ്റ്റ് ഓഫ് ടേക്കിംഗ് സ്പെസിമെൻ ടു ദ ലാബ്, ലാബിലേക്ക് സാമ്പിളുകൾ എന്തെങ്കിലും സപ്ലൈ ചെയ്യാനായിട്ട് അല്ലെ അയക്കേണ്ടതുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ലാബിലേക്ക് അയക്കുക. എന്താണ് ഹെൽപ്പ് ഇൻ ഷെഡ്യൂളിംഗ് പ്രൊസീജിയർ സപ്പോർട്ടിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് ത്രൂ അപ്ഡേറ്റിംഗ് ബെഡ് സ്റ്റാറ്റസ്. മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് അല്ലെ ബെഡ് സ്റ്റാറ്റസ് ഷെയർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം ചെയ്യുന്നത് എന്താണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയാണ്. നെക്സ്റ്റ് നോക്കാം, മെയിൻറ്റെയിനിങ് ക്ലീൻ ലൈൻസ് ആൻഡ് ഓർഡർ ലൈൻസ് ലൈക്ക് ക്ലീനിങ് നഴ്സിംഗ് സ്റ്റേഷൻസ്. അതായത് നമ്മുടെ നഴ്സിംഗ് സ്റ്റേഷൻ പോലെ ഓപ്പറേറ്റിംഗ് റൂം വോയിസ് മെയിലിന്റെ സമയത്താണോ അങ്ങനെ ചെയ്യണേന്നാണോ? വോയിസ് മെയിൽ ആണെങ്കിലും അല്ലെങ്കിലും അല്ലെ വോയിസ് മെയിൽ ചെയ്യേണ്ട സമയത്ത് അവിടെ വോയിസ് മെയിൽ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇതിപ്പോ ചിലപ്പോഴൊക്കെ അല്ലെ ഷെഡ്യൂൾ പ്രൊസീജിയർ സപ്പോർട്ടിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോ നമുക്കറിയാം അല്ലെ നമ്മളിപ്പോ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടായിരിക്കും ചിലപ്പോ വരുന്നത്. ബെഡ് അവൈലബിൾ ആണ്, ചിലപ്പോ ബെഡിനെ കുറിച്ചിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ മനസ്സിലാക്കാനായിട്ട് അല്ലെ അവൈലബിൾ ആണോ എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് അത് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ചോദിക്കുന്നത്. വോയിസ് കോൾ ആയിരിക്കാം, മെസ്സേജ് ആയിട്ടായിരിക്കാം, ഫോൺ കോൾ ആയിട്ടായിരിക്കും. എങ്ങനെയായിട്ടാണെങ്കിലും ഇദ്ദേഹം മധ്യസ്ഥത്തിൽ നിന്നിട്ട് അത് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്കറിയാം ഒരു സെക്രട്ടറിയുടെ അണ്ടറിൽ അല്ലെ ഷെഡ്യൂൾ ചെയ്യുന്നതല്ല, ഹെൽപ്പിംഗ് ഷെഡ്യൂൾ പ്രൊസീജിയർ സപ്പോർട്ടിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് ത്രൂ അപ്ഡേറ്റിംഗ് ബെഡ് സ്റ്റാറ്റസ്. അപ്പൊ എന്താണ് അതിന്റെ ആ റൂം അവൈലബിലിറ്റി നോക്കിയിട്ടല്ലേ ബെഡ് അവൈലബിൾ ആണെങ്കിൽ മാത്രമാണ് പേഷ്യൻസിനെ കൊണ്ടുവന്ന ഓപ്പറേഷൻ നടത്താനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം ഓരോ ഡോക്ടേഴ്സിന്റെയും കൂടി സാന്നിധ്യം വേണം. അവർക്ക് കൃത്യമായിട്ട് തന്നെ ഷെഡ്യൂൾ ചെയ്ത് വെക്കണം. ആ ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നതിൽ അവര് ആ ഡിപ്പാർട്ട്മെന്റായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് വീട്ടിലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് റൂം സെക്രട്ടറി, എക്സിക്യൂട്ടീവ് സെക്രട്ടറി. ക്ലിയർ ആയോ?
Okay, then next നോക്കാം maintaining clean lines and borderline like cleaning nurse station. അതേമാതിരി തന്നെ നമ്മുടെ nurse സ്റ്റേഷനെ പോലെ ക്ലീൻ ലൈൻ ആണല്ലേ, അത് അത്രയും നല്ല വൃത്തിയോട് കൂടിയിട്ട് നമ്മുടെ ഓപ്പറേഷൻ റൂമോ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു നിലപാട് എടുക്കേണ്ട വ്യക്തിയും ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയാണ്. നമുക്കറിയാം ട്രെയിനിങ് സ്റ്റാഫുകളൊക്കെ ആയിരിക്കും അത് ക്ലീൻ ചെയ്യുന്നത്, പക്ഷെ നല്ല രീതിയിൽ അത് നടപ്പാക്കി അല്ലെ സൂപ്പർവൈസറി പോസ്റ്റിൽ നിന്നുകൊണ്ട് നടപ്പാക്കി കൊണ്ടുപോകാനായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഒരു നിയോഗിക്കപ്പെട്ട ഒരു റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്ക് ഉണ്ട്. നെക്സ്റ്റ് നോക്കാം, എക്സിക്യൂട്ടീവ് സെക്രട്ടറി മേ ഓൾസോ ബി റെസ്പോൺസിബിൾ ഫോർ മാനേജിംഗ് ആൻഡ് ട്രെയിനിങ് ന്യൂ ക്ലറിക്കൽ വിത്ത് ദ ഓപ്പറേറ്റിംഗ് റൂം ഡിപ്പാർട്ട്മെന്റ്. അതായത് പുതിയ ഒരു വ്യക്തി അല്ലെ, ഒരു ക്ലറിക്കൽ പോസ്റ്റിൽ ഒരു പുതിയ വ്യക്തി ആ ഡിപ്പാർട്ട്മെന്റിലേക്ക്, അതായത് ഓപ്പറേറ്റിംഗ് റൂം ഡിപ്പാർട്ട്മെന്റിലേക്ക് വരികയാണെങ്കിൽ ആ വ്യക്തിക്ക് എന്താണ് മനസ്സിലാക്കി കൊടുക്കണം അല്ലെ, പുതിയ വ്യക്തി ആയതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രൊസീജിയർ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കണം, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം. ഇതെല്ലാം എന്താണ് ആരുടെ അണ്ടറിലാണെന്ന് വരുന്നത് പറയുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ അണ്ടറിലാണ് വരുന്നത്. അവരാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് നിർദ്ദേശങ്ങളൊക്കെ പുതിയ വ്യക്തി ആയതുകൊണ്ട് പകർന്ന് കൊടുക്കേണ്ടത്. ക്ലിയർ ആയോ? വായിച്ചു നോക്കാം. ഏതെങ്കിലും പോയിന്റ് ഇന്നത്തെ കിട്ടാത്തുണ്ടെങ്കിൽ ചോദിക്കാം. കിട്ടിയോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? മെത്തേഡ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ. മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എന്നുള്ളത് ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു രൂപം പറഞ്ഞിട്ടുള്ളൂ. ഏത് മെത്തേഡ് എന്നാണെന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് എന്താണ്, ഓരോ പേഷ്യന്റിനും അല്ലെ, ഓരോ ഡോക്ടറിനായിരിക്കും ഓരോ പേഷ്യന്റിനും ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. ഏത് പേഷ്യന്റിന്റെ ഡോക്ടറാണെന്ന് തിരിച്ചറിയണം അല്ലെ. നമുക്കറിയാം ഏതെങ്കിലും ബാഡ്ജുകളൊക്കെ ആ ഓരോ പേഷ്യന്റിനും കൊടുത്തിട്ടുണ്ടാവും അല്ലെ, ഉണ്ടാവില്ല ഇത് ഇന്ന പേഷ്യന്റിന്റെ ഡോക്ടർ പേഷ്യന്റ് ആണ്. അപ്പൊ ആ ഐഡന്റിഫിക്കേഷനോട് കൂടിയിട്ടാണ് ആ രോഗി പോണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഈ ഡോക്ടറുടെ പേഷ്യന്റ് ആണെന്ന് അവിടെയുള്ളവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും അല്ലെ. ഇപ്പൊ ഇന്ന ഡോക്ടറിന്റെ അല്ലെ, ഒരു ജേക്കബ് സാറിന്റെ പേഷ്യന്റ് ആണ് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ, അങ്ങനെയൊക്കെ പറയില്ലേ. ഏതെങ്കിലും ഒരു സാറിന്റെ റെപ്രസെന്റിലായിരിക്കും പേഷ്യന്റിനെ അവിടെ ഐഡന്റിറ്റി ചെയ്യുന്നത്, തിരിച്ചറിയുന്നത് ഇല്ലേ, അങ്ങനെ ഉണ്ടാവില്ലേ. അപ്പൊ ഏത് മോഡലാണെന്നൊന്നും കൃത്യമായിട്ട് പറയുന്നില്ല. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ഒരു സജ്ജീകരണം അവരുടെ സുരക്ഷയെ പ്രൊട്ടക്ഷനെ മുൻനിർത്തിയിട്ട് അവർക്ക് പകർന്നു കൊടുക്കണം. അപ്പൊ നമുക്കറിയാം ആ ബാഡ്ജ് ധരിച്ചിട്ടായിരിക്കും അവര് ഓപ്പറേറ്റിംഗ് റൂമിൽ ചെല്ലുക. തീർച്ചയായിട്ടും അത് ഏത് ഡോക്ടറുടെ പേഷ്യന്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു പേര് അല്ലെ, ആ പേഷ്യന്റിനെ ആ ഡോക്ടറിന്റെ ആ ടീമിലേക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇതനുസരിച്ചിട്ട് തന്നെ ഓപ്പറേഷൻ നടപടികൾ എടുക്കാനായിട്ട് സാധിക്കും. മാറിപ്പോകാനായിട്ടുള്ള സാധ്യതകളൊന്നും ഉണ്ടാവില്ല. ക്ലിയർ ആയോ? വേറെന്തെങ്കിലും? ക്ലിയർ ആണോ? അപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഒരുപാടൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ അല്ല അല്ലെ, കുറച്ച് കുഴപ്പമൊന്നുമില്ലാത്ത ചാപ്റ്റർ ആയിരുന്നില്ലേ.
സ്ഥലത്തിൽ ഓപ്പറേറ്റിംഗ് തിയേറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. പൊതുവെ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തൊക്കെയാണ് എക്യുപ്മെന്റ്സുകളൊക്കെ ആവശ്യമുള്ളത്, അതേമാതിരി തന്നെ വിവിധ സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് മെത്തേഡ്സ് അല്ലെ, ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ കണ്ടു. എന്താണ് എമർജൻസി എക്യുപ്മെന്റ്സ് കണ്ടു. അപ്പൊ നമ്മള് കുറച്ച് അല്ലെ പ്രൊട്ടക്ഷൻ പേഷ്യൻസ് ഓപ്പറേറ്റിംഗ് തിയേറ്ററിന്റെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഒപ്പം നമ്മുടെ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയും കണ്ടു. ഓക്കെ അല്ലേ? ഞാൻ നെക്സ്റ്റ് ചാപ്റ്റർ ഒന്ന് എടുത്തോട്ടെ. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ ഓപ്പറേറ്റിംഗ് റൂം? നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ള ചാപ്റ്റർ വെന്റിലേറ്റർ ആണ്. നിങ്ങളുടെ കയ്യിൽ കാണും അല്ലേ? ഇവിടെ എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റിൽ എത്തിയില്ലേ? എത്തിയോ? ഇല്ല. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്തില്ലാത്തവരും ഒരു വിഷയം തന്നെയാണ്. നിങ്ങൾ നോട്ട് ചെയ്ത് പോവാട്ട. ഇതിന് സ്പീഡൊക്കെ കൂടുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം കേട്ടോ. എത്തിയെന്ന് പറയുന്നുണ്ട്, ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു, കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. എനിവേ കുറച്ച് നോട്ട് ചെയ്ത് പോവുക, ആരുടെങ്കിലൊക്കെ ഷെയർ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിച്ചു പോകട്ടെ. ഈ ടെക്സ്റ്റ് ഇല്ലാത്തവർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും സ്പീഡിലെ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു കൊടുക്കാം. ഞാൻ ഒന്നില്ലെങ്കിൽ ഭാഗം കാണിച്ചു തരാനോ പ്രസന്റ് ചെയ്യാനൊക്കെ ജസ്റ്റ് പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് ഡിലേ ഇല്ല. നമ്മൾ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുക്കുന്നതാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങളത് ഇത് പോകുന്നത് ശരിയാണ്, കുഴപ്പമുണ്ടാവില്ല. അപ്ഡേറ്റ് ആയിട്ട് അപ്പൊ ക്ലാസ് കഴിയുമ്പോൾ തന്നെ എന്നെ കൈകാര്യം ചെയ്ത് പോകണം അല്ലേ? സ്ക്രീൻഷോട്ട് എടുത്ത് ജസ്റ്റ് നോട്ടില് പകർത്തി വേണം പോകാൻ. അല്ലാതെ ഒന്നിച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അതെല്ലാം ഫിക്സഡ് ആയി കിടക്കും. ചാപ്റ്റർ 13 വെന്റിലേറ്റർ ആണ്. എല്ലാവരും എടുക്കുക. വെന്റിലേറ്റർ മെഷീനെ കുറിച്ചിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏത് സമയത്താണ് നമ്മളെ വെന്റിലേറ്ററിലാക്കി എന്നൊക്കെ പറയുന്നത്? ഓക്സിജൻ ഒന്നും എടുക്കാൻ പറ്റാത്ത വയ്യാത്ത സ്റ്റേജുകളിലൊക്കെ വെന്റിലേറ്റർ മെഷീൻ അല്ലെ, വെന്റിലേറ്ററിന്റെ സപ്പോർട്ട് കൂടിയിട്ടാണ് ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ ഉണ്ടാകും. അപ്പൊ തന്നെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലെ വെന്റിലേറ്റർ മെഷീൻ മസ്റ്റ് ആയിട്ട് സ്ഥാപിക്കാവുന്നതാണ് ബ്രീത്തിങ് സ്റ്റേജ്. ഓക്കെ, ബ്രീത്തിങ്ങിന് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള സമയത്ത് അല്ലെ, ജനറൽ അനസ്തീഷ്യ ഒക്കെ കൊടുക്കുമ്പോൾ ജനറൽ അനസ്തീഷ്യ ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ബ്രീത്ത് അല്ലെ, ശ്വാസം നേരാവണ്ണം എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്താണ് വെന്റിലേറ്റർ മെഷീന്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും അവർ ശ്വാസമൊക്കെ നടത്തുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള മെഷീൻ അല്ലെ ക്രിട്ടിക്കൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നാച്ചുറലി അവർക്ക് ശ്വാസം വലിച്ചെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ അഭിമുഖീകരിക്കുന്ന സ്റ്റേജ്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ വണ്ണം ഓപ്പറേഷൻ സമയത്തൊക്കെ അല്ലെ, അത് ഓപ്പറേഷന്റെ സമയത്തൊക്കെ അറിയാം നമുക്ക് വെന്റിലേറ്റർ ഉപയോഗിച്ചെന്ന് വെച്ച് ആജീവനാന്തം വെന്റിലേറ്റർ ഉപയോഗം വരുന്നുണ്ടോ? ഉണ്ടോ? ഈ ഓപ്പറേഷൻ ടൈമില് വെന്റിലേറ്റർ ഉപയോഗിച്ചാണ് നടത്തിയെങ്കിൽ പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യകത വരുന്നുണ്ടോ? മനസ്സിലായില്ല. ഒരു ടൈമില് ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് വെന്റിലേറ്ററിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് നമ്മൾ എന്താണ് ഓപ്പറേഷൻ നടത്തിയതിനു ശേഷം അല്ലെ, നടത്തി കഴിഞ്ഞാൽ വീണ്ടും വെന്റിലേറ്റർ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ടോ? കണ്ടിന്യൂവേഷൻ, അതായത് ഓപ്പറേഷൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് എന്താണ് അവർ റിക്കവർ ചെയ്യും അല്ലെ. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വെന്റിലേറ്റർ ഉപയോഗിക്കുന്നവരെല്ലാം തന്നെ എന്താണ് ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ളവരും അപകടാവസ്ഥയിലുള്ളവരാണ് മൈൻഡ് ചെയ്യേണ്ട. അത് ആ ഒരു സ്റ്റേജിൽ ഈ വെന്റിലേറ്ററിന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെ മൈൻഡിലേക്ക് അങ്ങനെ ഒരു പോയിന്റ് വ്യൂ വരുന്നത് കൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. വെന്റിലേറ്റർ ഉപയോഗിച്ചു എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. നമ്മൾ റിക്കവർ ചെയ്യുമ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ബ്രീത്തിങ് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ അസുഖത്തിന്റെ ആ രീതി അനുസരിച്ചിട്ട് കിടപ്പ് അനുസരിച്ചിട്ട് ഓൾമോസ്റ്റ് നമ്മൾ അല്ലെ ട്രീറ്റ്മെന്റ് ഒക്കെ വഴി കുഴപ്പമില്ലാതെയൊക്കെ രോഗങ്ങൾ ഭേദമാകാനൊക്കെ പിന്നെ വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമില്ലാതെ ഉപയോഗിക്കും. ഓക്കെ, ഇത്രയുള്ളൂ. അപ്പൊ അത് തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ള ഇൻട്രൊഡക്ഷനിലൊക്കെ തിരിച്ച് പറയുന്നത്. തുടങ്ങാം. എല്ലാവരും എടുത്തു കാണുമല്ലോ.
ventilator. Introduction. A medical ventilator is an equipment that assists the lungs work. അതായത് മെഡിക്കൽ വെന്റിലേറ്റർ എന്ന് പറയുന്ന എക്യുപ്മെന്റ് പ്രധാനമായിട്ടും ലങ്സിന്റെ വർക്ക് അല്ലെ, എന്താണ് ശ്വാസോച്ഛ്വാസവുമായി ബന്ധപ്പെട്ടുള്ള വർക്കാണ് പ്രധാനമായിട്ട് വരുന്നത്. എന്താണ്, it can be life saving machine if the patient is in condition that makes it hard to breathe properly or when cannot breathe at all. അതായത് എല്ലായ്പ്പോഴും ശ്വാസം നേരാവണ്ണം എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ശ്വാസം എടുക്കുന്നതിന് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ പേഷ്യന്റിന്റെ കണ്ടീഷൻ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് എന്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്, വെന്റിലേറ്റർ മെഷീന്റെ ആ ഒരു ലൈഫ് സേവിംഗ് മെഷീന്റെ ഉപയോഗം വരുന്നു. ജീവൻ നിലനിർത്തി കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള മെഷീൻ ആയതുകൊണ്ട് തന്നെ അതിന് ലൈഫ് സേവിംഗ് മെഷീൻ എന്ന് പറയും അല്ലെ. അപ്പൊ ഇറ്റ് ക്യാൻ ബി എ ലൈഫ് സേവിംഗ് മെഷീൻ ഇഫ് ദ പേഷ്യന്റ് ഈസ് ഇൻ എ കണ്ടീഷൻ that makes it hard to breathe properly or when cannot breathe at all. എല്ലായ്പ്പോഴും സുഗമമായിട്ട് ശ്വാസം എടുക്കാൻ പറ്റാത്ത കണ്ടീഷനിൽ അല്ലെങ്കിൽ ശ്വാസം എടുക്കുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കണ്ടീഷനുകളിലൊക്കെയാണ് ശ്വാസത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് വെന്റിലേറ്റർ മെഷീൻ ഉപയോഗിക്കുന്നത്. എന്താണ്, വെന്റിലേറ്റർ ഹെൽപ്സ് ടു പമ്പ് എയർ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ലങ്സ് സോ ദ ബോഡി ക്യാൻ ഗെറ്റ് ദ ഓക്സിജൻ ഇറ്റ് റിക്വയർസ്. അതായത് നമ്മൾക്ക് ഓക്സിജൻ ആവശ്യമായിട്ടുള്ള സമയത്ത് അല്ലെ, അത് എന്താണ് വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയിട്ട് എയർ എന്താണ് ലങ്സിനുള്ളിലേക്ക് പമ്പ് ചെയ്യുകയാണ് ഈ ഒരു വെന്റിലേറ്റർ മെഷീനിലൂടെ നടപ്പാകുന്നത്. വെന്റിലേറ്റർ ഹെൽപ്സ് ടു പമ്പ് എയർ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ലങ്സ്, അതായത് പമ്പ് ചെയ്യുകയും മാത്രമല്ല കാർബൺ ഡയോക്സൈഡ് വലിച്ച് പുറത്തേക്ക് വിടുകയും ചെയ്യും അല്ലെ. വെന്റിലേറ്റർ മെഷീന്റെ ഉപയോഗത്തില് ഓക്സിജൻ ശരീരത്തിലേക്ക് അല്ലെ ആവശ്യമായിട്ടുള്ള ലങ്സിലേക്ക് കടത്തിവിടുന്നുണ്ട്. ഒപ്പം തന്നെ എന്താണ് കാർബൺ ഡയോക്സൈഡിനെ പുറന്തള്ളുന്ന ഒരു പ്രവർത്തനം കൂടി അവിടെ നടപ്പാക്കുന്നുണ്ട്. ദ പേഷ്യന്റ് മേ വെയർ എ ഫിറ്റിംഗ് മാസ്ക്, അപ്പൊ ഈ ഒന്ന് വെട്ടിക്കളഞ്ഞാല് ദ പേഷ്യന്റ് മേ വെയർ എ ഫിറ്റിംഗ് മാസ്ക് ടു ഹെൽപ്പ് ഗെറ്റ് ഓക്സിജൻ ഫ്രം ദ വെന്റിലേറ്റർ ഇൻ ടു ദ ലങ്സ്. നമുക്കറിയാം ചിലപ്പോഴൊക്കെ അല്ലെ ഒരു മാസ്കിന്റെ സഹായത്തോട് കൂടിയിട്ട് ഈ പേഷ്യന്റുകള് എന്താണ് നമ്മുടെ ഓക്സിജന്റെ അളവ് നേടിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ വെന്റിലേറ്ററിന്റെ സപ്പോർട്ട് സാഹചര്യം അല്ലെ സാമീപ്യം ആവശ്യമായിട്ടുള്ള സമയത്ത് എന്താണ് മാസ്കിന്റെ സഹായത്തോട് കൂടിയിട്ട് ഓക്സിജൻ നേടിയെടുക്കാനുണ്ട്. Or if the patient condition is more critical, a breathing tube may be pressed down to the throat to supply lungs with the oxygen. കേസ് ക്രിട്ടിക്കൽ സ്റ്റേജ് ഒക്കെ ആവുമ്പോൾ നേരിട്ട് എന്താണ് ഒരു കുടലിലൂടെയാണ് നമ്മുടെ തോട്ടിലൂടെ നമ്മുടെ ഓക്സിജൻ കടത്തിവിടുന്ന പ്രവർത്തനം നടത്തുന്നത്. വെന്റിലേറ്ററിന്റെ സഹായം രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഒന്നല്ലെങ്കിൽ മാസ്കിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഫിറ്റിംഗ് ആയിട്ടുള്ള മാസ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൊച്ചുകുട്ടികൾക്ക് അതിന്റെ ഫിറ്റിംഗ് ആയിട്ടുള്ള മാസ്ക് അല്ലെ, വലിയവർക്ക് അവർക്ക് അനുയോജ്യമായ മാസ്ക് അതിന്റെ സഹായത്തോട് കൂടിയിട്ടുള്ള വെന്റിലേഷൻ സാഹചര്യം ഉപയോഗിക്കാം. ഇൻ ക്രിട്ടിക്കൽ സ്റ്റേജസ് ആണെങ്കിൽ നേരിട്ട് തന്നെ കുടല് അല്ലെ നമ്മുടെ ത്രോട്ടിലൂടെ കടത്തിവിട്ടിട്ടാണ് ഈ ഒരു ബ്രീത്തിങ് പ്രവർത്തനം നടപ്പാക്കുന്നത്. ക്ലിയർ ആയോ? ജസ്റ്റ് വായിച്ചു നോക്കാം. കേളോ? എന്താണ് വെന്റിലേറ്റർ എന്നുള്ളത് ഓക്കെയാണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. Ventilator is also okay. Ventilator is also known by other names. They are breathing machine, mechanical ventilation. Okay, രണ്ട് രീതിയിൽ നമുക്ക് അറിയപ്പെടാം. ബ്രീത്തിങ് മെഷീൻ എന്നും മെക്കാനിക്കൽ വെന്റിലേഷൻ. ബ്രീത്തിങ് മെഷീൻ എന്ന് പറയുന്നപ്പോ എന്താണ്? The name of a breathing machine is called ventilator. Okay. വെന്റിലേറ്ററിന്റെ ഉപയോഗം എന്താന്നുള്ളത് ക്ലിയർ ആയി. നെക്സ്റ്റ് ഭാഗത്തേക്ക് നോക്കുമ്പോൾ സം ഓഫ് ദ ഹെൽത്ത് കണ്ടീഷൻസ് ദാറ്റ് മേ റിക്വയർ വെന്റിലേറ്റർ. ഓക്കെ, നമ്മൾക്ക് ഈ വെന്റിലേറ്ററിന്റെ ഉപയോഗം എന്നുള്ളത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്, ഏതൊക്കെ ഹെൽത്ത് അസുഖങ്ങളുടെ ഭാഗമായിട്ടാണ്
ഈ വെന്റിലേറ്ററിന്റെ ആവശ്യം വരുന്നത് എന്നത് നോക്കാം. Different types of a health condition can lead to difficulty in breathing, such as the acute respiratory distress syndrome. Okay, IARDS. എന്താണ് പറയുന്നത്? Acute respiratory distress syndrome. Okay, അത് ബാക്കിയായിട്ട് തന്നെ മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്. കാരണം ചിലപ്പോഴൊക്കെ ഈ അബ്രിവേഷൻസ് തരാറുണ്ട്. അപ്പൊ കൃത്യമായിട്ട് തന്നെ നമ്മൾ അത് പെർഫോം ചെയ്യണം. എന്താണ് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം? എന്താണ് ഈ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് പറയുന്നത്? അതായത് നമ്മുടെ റെസ്പിറേറ്ററിക്ക്, അതായത് ശ്വാസകോശവുമായി ബന്ധപ്പെട്ട നമ്മുടെ ലങ്സുമായി ബന്ധപ്പെട്ട അവസ്ഥയ്ക്ക് എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള അസുഖങ്ങൾ വരുന്ന സാഹചര്യത്തിൽ, എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ആ ഒരു ലങ്സിന്റെ പ്രവർത്തനത്തിന് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് തീർച്ചയായിട്ടും സാധാരണ രീതിയിൽ ബ്രീത്ത് എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അങ്ങനെ വരുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. അതായത് ക്രിട്ടിക്കൽ ആയിട്ട് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഡിസീസുകൾ വരികയാണെങ്കിൽ അത്തരത്തിലുള്ള ഡിസീസിനെ പറയുന്ന പേരാണ് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. ക്ലിയർ ആയോ? അതൊരു ലങ്സിന്റെ ഫെയിലിയർ ആണ് പറയുന്നത്. ഇൻ കേസ് നമുക്കറിയാം ഈ ഫ്ലൂയിഡ് നമ്മുടെ സാധാരണയായിട്ട് നമ്മുടെ ശരീരം തന്നെ ഉത്പാദിപ്പിക്കുന്ന ഫ്ലൂയിഡ്സുകളുണ്ട്. അതെല്ലാം ലങ്സിലേക്ക് അടിഞ്ഞു കൂടുകയാണെങ്കിൽ നാച്ചുറലി എന്താണ് ലങ്സിന് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. ശ്വാസം വലിച്ചെടുക്കാൻ, ഓക്സിജനെ വലിച്ചെടുക്കാൻ സാധിക്കില്ല. ഓക്സിജൻ കാർബൺ ഡയോക്സൈഡിനെ പുറന്തള്ളാനായിട്ട് സാധിക്കില്ല. അപ്പൊ എന്തെങ്കിലും ഫ്ലൂയിഡ്സ് ഒക്കെ ഈ ലങ്സിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് അണുബാധയൊക്കെ ഇതിനെ ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യന്റ് ആണെങ്കിൽ, കൂടുതലായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വെന്റിലേറ്ററിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ വ്യക്തിക്ക് അത് ശ്വാസകോശം നേടിയെടുക്കാൻ അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസം നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയെയാണ് ARDS എന്ന് പറയുന്നത്, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ്. ഓക്കെ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസസ് COPD വിത്ത് ലോ ഓക്സിജൻ സാച്ചുറേഷൻ. അതും ഇമ്പോർട്ടന്റ് ആണ്. എഴുതിയെടുക്കുന്നവരൊക്കെ ആണെങ്കിൽ വേഗം എഴുതിയെടുക്കുക. COPD, chronic obstructive pulmonary disease. അതും ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. അതായത് പുറത്തുനിന്ന് വരുന്ന ഓക്സിജനെ വലിച്ചെടുക്കാനും പറ്റുന്നില്ല, ഉള്ളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളാനും പറ്റുന്നില്ല. അപ്പൊ എന്താണ് അവിടെ ബ്ലോക്ക് സംഭവിക്കുകയാണ്. ഓക്സിജൻ നമുക്കറിയാം, ശുദ്ധമായ ഓക്സിജൻ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നെ വലിച്ചെടുക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ലങ്സ് വീക്ക് ആണെങ്കിൽ എന്താണ് ആ ഓക്സിജനെ നമുക്ക് വലിച്ചെടുക്കാൻ സാധിക്കില്ല, തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളാനും പറ്റില്ല. അപ്പൊ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറഞ്ഞാൽ പൾമണറി അത് ആ ലങ്സിനെ ബാധിക്കുന്ന ഒരു ഡിസീസ് ആണ്. അത് എന്താണ് തീർച്ചയായിട്ടും ഓക്സിജനെ മതിയാവും വേണം, ആവശ്യമായിട്ടുള്ള ഓക്സിജനെ വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഓക്സിജനെ വലിച്ചെടുക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനെ വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഒപ്പം തന്നെ പുറന്തള്ളേണ്ട കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളാനും പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥ വരുമ്പോഴാണ് COPD വരുന്നത്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസസ്. ഓക്കെ, ഇവിടെ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്, നോട്ട് ചെയ്തിരിക്കേണ്ടവരൊക്കെ നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, അതേമാതിരി തന്നെ ആസ്മ ആസ്മ നമ്മൾ കേട്ടിട്ടുണ്ട് അതിങ്ങനെ വളരെ ശക്തമായിട്ട് തന്നെ ശരീരത്തിലേക്ക് ഇങ്ങനെ എയർ പാസ് ചെയ്യാനായിട്ട് വരുമ്പോൾ നമുക്ക് മതിയായ വെള്ളം ഓക്സിജൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരെയാണ് ആസ്മ നിൽക്കുന്ന വ്യക്തികളെയൊക്കെ നിങ്ങൾ കണ്ടു കാണും. അവരിങ്ങനെ ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ഒക്കെ ചെയ്യും അങ്ങനെയുള്ള സമയത്തും എന്താണ് കുട്ടികൾക്ക് നേരാമണ്ണം ഓക്സിജനെ വലിച്ചെടുക്കാനും ആ കാർബൺ ഡയോക്സൈഡിനെ പുറന്തള്ളാനും പറ്റില്ല ആസ്മ ആയിട്ടുള്ള പേഷ്യൻസ്. അപ്പൊ അത് കൂടി വരുന്ന അവസ്ഥയിലൊക്കെ വെന്റിലേറ്ററിന്റെ സഹായം തേടേണ്ടതായിരിക്കും.
നെക്സ്റ്റ് എന്താണ് ബ്രെയിൻ ഇഞ്ചുറി. ഓക്കെ അല്ലേ? നോട്ട് ചെയ്ത് പോകാൻ പറ്റുന്നില്ലേ? എന്താണ് ബ്രെയിൻ ഇഞ്ചുറി? ബ്രെയിൻ ഇഞ്ചുറി എന്ന് പറയുമ്പോൾ എന്താണ്? ബ്രെയിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലേ അതിനെന്തെങ്കിലും ക്ഷതം സംഭവിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? സിഗ്നൽസ് എല്ലാം നഷ്ടപ്പെടും അല്ലെ? അപ്പൊ ബ്രെയിനിന്റെ സിഗ്നൽസുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഓക്സിജൻ നേരാവണ്ണം എടുക്കാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ നമ്മളുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? അത് കൊടുക്കുന്ന സിഗ്നൽ അനുസരിച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ അതിന് നല്ലൊരു ക്ഷതം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ നേരാവണ്ണം വലിച്ചെടുക്കാൻ സാധിക്കില്ല, കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളാനും സാധിക്കില്ല. ആ ടൈമിലും വെന്റിലേഷന്റെ ആവശ്യകത വരുന്നതാണ്. നെക്സ്റ്റ് എന്താണ് കാർഡിയക് അറസ്റ്റ്, അതായത് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള സംതിങ് അല്ലെ? ആ ഒരു ടൈമിലൊക്കെ ഹാർട്ട് അറ്റാക്ക് അങ്ങനെയുള്ള സമയത്തും നമ്മുടെ നെഞ്ചുവേദന അല്ലെ അതൊക്കെ വരുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എല്ലാം നമുക്ക് ആ ഒരു അവസ്ഥ വരുമ്പോൾ ഉണ്ടാവുക. ആ ടൈമിലും വെന്റിലേഷന്റെ സഹായം ആവശ്യമായിട്ട് വരും. നെക്സ്റ്റ് നോക്കാം, ന്യൂമോണിയ റിലേറ്റഡ് വിത്ത് വൈറൽ ഓർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്. നമ്മള് അല്ലെ ഭയങ്കര കാര്യമായിട്ടുള്ള പനിയൊക്കെ ബാധിക്കുമ്പോൾ അതെല്ലാം എന്താണ് ന്യൂമോണിയൊക്കെ വരുമ്പോൾ ലങ്സിനെയാണ് കൂടുതൽ ഇൻഫെക്ഷൻ കയറി പിടിക്കുക, അവിടെ ബാക്ടീരിയയൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങും, അതിനൊക്കെ കംപ്ലൈന്റ് വരാൻ തുടങ്ങും. അപ്പോഴും എന്താണ് ധാരാളം ഓക്സിജൻ വലിച്ചെടുക്കാൻ പറ്റാതെ വരുന്നു. ദെൻ വെന്റിലേറ്ററിന്റെ മെഷീനിലെ സഹായം ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു. ക്ലിയർ ആയിട്ട് പോകുന്നുണ്ടോ? ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ARDS, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ്, ദെൻ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ്. ഓക്കെ, ക്ലിയർ ആയിട്ട് പോകുന്നുണ്ട്. ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസസ്, ആസ്മ, ബ്രെയിൻ ഇഞ്ചുറി, കാർഡിയക് അറസ്റ്റ്, ദെൻ ന്യൂമോണിയ, ദെൻ കൊളാപ്സ്ഡ് ലങ്സ്. ക്ലിയർ ആണ്. ഓക്കെ, കൊളാപ്സ്ഡ് ലങ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം തകരാറായ അല്ലെ താറുമാറായിട്ടുള്ള ലങ്സുകളാണ് എങ്കിൽ എന്താണ് തീർച്ചയായിട്ടും കറക്റ്റ് ആയിട്ട് അല്ലെ താറുമാറായിട്ട് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ നേരാവണ്ണം ഓക്സിജൻ വെച്ചെടുക്കാനായിട്ട് അവർക്ക് വൈകി സാധിക്കാതെ വരുന്ന ഒരു പ്രവർത്തനമാണ് അല്ലെ ലങ്സുകളുടെ കാര്യങ്ങളാണ് എങ്കിൽ അവിടെ വെന്റിലേറ്ററിന്റെ സഹായം വരുന്നു, ആവശ്യമായിട്ട് വരുന്നു. കൊളാപ്സ്ഡ് ലങ്സ് എന്നുവെച്ചാൽ താറുമാറായ ലങ്സ്. എന്തെങ്കിലും അപകടം സംഭവിച്ച് താറുമാറായാലും ലങ്സ് വീക്ക് ആവും അല്ലെ? അപ്പൊ എന്താണ് തീർച്ചയായിട്ടും ഓക്സിജൻ എടുക്കാൻ പറ്റാതെയാണ്. സ്ട്രോക്ക്, പെട്ടെന്ന് തന്നെ ഒരു ഭാഗമൊക്കെ ക്ഷതമൊക്കെ സംഭവിക്കുമ്പോൾ അല്ലെ അവിടെ എന്താണ് ആ ഭാഗത്തോടു കൂടിയുള്ള എല്ലാ രക്തങ്ങളൊക്കെ നിലയ്ക്കുന്നു, ഓക്സിജനൊക്കെ അല്ലെ നമ്മുടെ ഈ പറഞ്ഞ ബ്രെയിൻ ഇഞ്ചുറിയൊക്കെ വരാൻ സാധ്യത വരുന്നു. പിന്നെ അതും എന്താണ് ഓക്സിജൻ നേരാവണ്ണം വലിച്ചെടുക്കാൻ പറ്റാതെ പക്ഷാഘാതം വരുന്നതൊക്കെ. ഓക്കെ, കോമ ഓർ ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, അതും ഇതേപോലെ തന്നെ രക്തം കണ്ടുപിടിക്കുന്ന അവസ്ഥ പോലെ തന്നെയാണ്. എന്താണ് അൺകോൺഷ്യസ് അല്ലെ നമ്മുടെ സുബോധമൊക്കെ അല്ലെങ്കിൽ കോമ സ്റ്റേജിലൊക്കെ വരുമ്പോഴും ഓക്സിജൻ നേരാവണ്ണം മെമ്മറിയോട് കൂടിയിട്ട് വലിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയാവുന്നു. വെന്റിലേറ്ററിന്റെ സപ്പോർട്ട് ആവശ്യമാണ്. ലങ് ഇൻഫെക്ഷൻ, നമ്മളെ ലങ്സുകൾക്ക് വരുന്ന ഇൻഫെക്ഷൻസുകൾ എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ നമ്മൾ നേരത്തെ മാത്രം ഞാൻ ന്യൂമോണിയൊക്കെ വന്ന കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ മാതിരി തന്നെ മറ്റേതെങ്കിലും രീതിയിൽ ഇൻഫെക്ഷൻസ് ആണ് ബാധയുണ്ടെങ്കിലും ഇതാണ് നമുക്ക് ഓക്സിജൻ നേരാവണ്ണം വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് മൈസ്താനിയ ഗ്രാവിസ്. എന്താണ് മൈസ്താനിയ ഗ്രാവിസ് എന്ന് പറയുന്നത്? മൈസ്താനിയ എന്ന് പറയുന്നത് ഈ മസിലുകളുണ്ട് അല്ലെ, നമ്മുടെ എല്ലാത്തിലും മസിലുണ്ട്, പേശികളുണ്ട് അല്ലെ. പേശികൾ നേരാവണ്ണം പ്രവർത്തിക്കുമ്പോഴാണ് എല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പേശികൾ ചുരുങ്ങി പോവുകയാണെങ്കിലും ഈ ഓക്സിജനെ നേരാവണ്ണം വലിച്ചെടുക്കാൻ പറ്റാതെ അല്ലെ. മൈസ്താനിയ ഗ്രാവിസ് എന്ന് പറയുന്നത് പേശികൾ ചുരുങ്ങി പോകുന്ന അവസ്ഥയാണ്. അങ്ങനെ എന്താണ് മസിലുകൾ ഭയങ്കരമായിട്ട് ചുരുങ്ങി പോവുകയാണെങ്കിൽ ബോഡി ക്ഷീണിച്ചു പോകും. ആ അവസ്ഥയിലും എന്താണ് ഈ പറഞ്ഞോളം ലങ്സുമായി ബന്ധപ്പെട്ട് അതിന്റെ ആ ക്ഷീണം അനുഭവപ്പെടും. അങ്ങനെ വരുമ്പോഴും എന്താണ് നമുക്ക് നേരാവണ്ണം ഓക്സിജൻ വലിച്ചെടുക്കാൻ പറ്റാതെ വരും. ഓക്കെ, സെപ്സിസ് ആൻഡ് ഇൻഫെക്ഷൻ ഇൻ യുവർ ബ്ലഡ്. എന്താണ് സെപ്സിസ് ആൻഡ് ഇൻഫെക്ഷൻ ഇൻ യുവർ ബ്ലഡ് എന്ന് പറയുന്നത്? അതായത് ബ്ലഡിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനാണ്. ഓക്കെ, ബ്ലഡിലെ ഇൻഫെക്ഷൻ വരുമ്പോൾ എന്താണ് ബോഡി പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെസ്പോണ്ട് ചെയ്യും അല്ലെ. നമ്മുടെ ബോഡി പ്രോപ്പർ ആയിട്ട് റെസ്പോണ്ട് ചെയ്യാതെ വരുമ്പോൾ നമ്മുടെ ബോഡി എന്താണ് നേരാവണ്ണം നിൽക്കുകയാണെങ്കിലാണ് നമ്മൾ ശ്വാസമൊക്കെ നമുക്ക് ഇൻ കേസ് ഒരു
ജലദോഷം പനിയും വന്നാൽ തന്നെ നമ്മൾ ആകെ കഷ്ടമാണ് അല്ലെ. നമുക്ക് ശ്വാസം ഫീവറൊക്കെ തന്നെ വന്നു കഴിഞ്ഞാൽ ഓക്കെ ആ സമയത്ത് തന്നെ നമ്മൾ നമുക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ വലിച്ചെടുക്കാനുള്ള ശേഷിയില്ലാതെ അല്ലെ. അങ്ങനെയുള്ള ഒരു സമയം അതാണ് പറയുന്നത് സെപ്സിസ് ആൻഡ് ഇൻഫെക്ഷൻ ഇൻ യുവർ ബ്ലഡ്. നമ്മുടെ ബ്ലഡില് എന്തെങ്കിലും രോഗാണുക്കൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് റെസ്പോണ്ട് ചെയ്യാൻ പ്രതികരണ ശേഷി ഇല്ലാതെയാവും. ആ ടൈമിലും ചിലപ്പോഴെങ്കിലും നമുക്കറിയാം പ്രതിരോധശേഷി ഉള്ളവര് അല്ലെ ഓക്സിജന്റെ സപ്പോർട്ട് വെന്റിലേഷന്റെ സപ്പോർട്ട് ഇല്ലാത്തതിന് ജീവിക്കാൻ പറ്റാം. പക്ഷെ ചിലപ്പോൾ കൂടി കഴിയുമ്പോഴല്ലേ ഒരു ക്ഷയിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വെന്റിലേഷന്റെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പർ സ്പൈനൽ കോഡ് ഇഞ്ചുറീസ്, അതായത് സ്പൈനൽ കോഡിന് ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനുകൾ വന്നു കഴിഞ്ഞാൽ അതും നമ്മൾ ഓക്സിജൻ നേടിയെടുക്കാനുള്ള ഒരു അവസ്ഥയെ ലഘൂകരിക്കും. തീർച്ചയായിട്ടും അപ്പോഴും വെന്റിലേഷനെ സഹായം തേടിയിട്ടുണ്ട്. പ്രീമേച്ചർ ലങ് ഡെവലപ്മെന്റ് ഇൻ ബേബീസ്, അത് നമുക്കറിയാമല്ലേ കുട്ടികൾ നേരത്തെ ജനിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ മാസം തികയാതെയൊക്കെ വരുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ലങ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടാവും അല്ലെ, വളർച്ച പ്രാപിക്കുന്നുണ്ടാവുള്ളൂ. ആ ടൈമുകളിലും ഇത്തരത്തില് വെന്റിലേഷന്റെ സഹായം ചിലപ്പോഴെല്ലാം ആവശ്യമായിട്ട് വരും. ഓക്കെ, കുറച്ച് എക്സാമ്പിളുകളാണ്. ഇതിൽ പൊതുവെ അബ്രിവേഷൻസ് ഒക്കെയാണ് ചോദിച്ച് കാണാറുള്ളൂ. എന്നാലും 2-3 തന്ന ഇതിനെ സഹായത്തിന് വെന്റിലേറ്റർ ആവശ്യം അല്ലെ. തരത്തിലുള്ള അസുഖങ്ങൾ ഏതാന്ന് ചിലപ്പോ ഓടുവെള്ള ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചോദിക്കും അല്ലെ. വെന്റിലേറ്റർ മെഷീന്റെ സഹായം വേണ്ടി വരുന്ന ഏതെങ്കിലും അസുഖം ഇതിൽ പെടുന്നുണ്ടോ, സ്ട്രോക്ക് ഒക്കെ തന്ന് മറ്റു പല അസുഖങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ. മെസ്സാനിയ എന്ന് പറയുന്നത് നമ്മുടെ പേശികള്, അത് പേശികളുടെ നേരാവണ്ണം അല്ലെ. നമുക്കറിയാം മസിൽസുകൾ വേണം അല്ലെ. ആ മസിൽസുകളുടെ ചുരുങ്ങി പോകുന്ന അവസ്ഥ, അത് മസിലുകൾ ചുരുങ്ങി പോകുമ്പോഴും നമ്മുടെ ലങ്സിന്റെയും മസിലുകളുടെ അവസ്ഥകൾ ചുരുങ്ങി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഓക്സിജൻ നേരാവണ്ണം നമുക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഇതാണ് ഉദ്ദേശിക്കുന്നത് മസിലുകളുടെ ക്ഷയം അല്ലെ, അത് ചുരുങ്ങി പോകുന്ന അവസ്ഥ. അങ്ങനെ തന്നെ മീൻ ചെയ്താൽ മതി. ഹൈപ്പർക്രാനിക് റെസ്പിറേറ്ററി അത് പറഞ്ഞാൽ ഞാൻ വിട്ടുപോയി അല്ലെ. ഓക്കെ, ഹൈപ്പർക്രാനിക് റെസ്പിറേറ്ററി ഇവിടെ 2-3 കിട്ടിയിട്ടുണ്ടല്ലോ. കോമ ഒരു മാസത്തെ കോൺഷ്യസ്നെസ് പറഞ്ഞു. ഡ്രഗ് ഓവർഡോസ്. ഓക്കെ, ഡ്രഗ് ഓവർഡോസ് ഒക്കെ ഇവിടെ പറയാനുണ്ട്. ഡ്രഗ് ഓവർഡോസ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് കൂടുതലായിട്ട് നമ്മൾ എന്തെങ്കിലും കഴിക്കുമ്പോഴല്ലേ അത് അങ്ങനെ വരുമ്പോഴും ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് അല്ലെ. ഡ്രഗ് ഓവർഡോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓവർഡോസ് ആയിട്ട് മെഡിസിൻ എടുക്കുന്നവരിലും അല്ലെങ്കിൽ ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ ഈ കോൺഷ്യസ് ഒക്കെ പോകും അല്ലെ. അപ്പൊ അവർക്കും വെന്റിലേഷന്റെ സഹായം വേണ്ടി വരും. ഹൈപ്പർകാനിക് റെസ്പിറേറ്ററി കോമ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് നാച്ചുറലി അറിയാലോ. കോമ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്കൊന്നും ഓർമ്മയില്ലാത്ത ഒരവസ്ഥയാണ് അല്ലെ. അപ്പൊ കോമ സ്റ്റേജിൽ ഓക്സിജൻ എടുക്കാൻ പറ്റാത്ത തന്നെ അവസ്ഥയാണ്. അവിടെ വെന്റിലേഷന്റെ സപ്പോർട്ടിനോട് കൂടിയിട്ടായിരിക്കും രോഗി മൂവ്മെന്റ് ചെയ്തു പോകുന്നത്. ബോധാവസ്ഥയിലാവുന്ന ഒരവസ്ഥയാണ് കോമ സ്റ്റേജ്. ഇൻ കേസ് ജസ്റ്റ് ചിലപ്പോഴെങ്കിൽ ആ വെന്റിലേഷന്റെ സപ്പോർട്ട് മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോഴെങ്കിൽ ആ വ്യക്തിക്ക് ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകാം അല്ലെ. അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള പേഷ്യന്റ്. ഞാൻ ഇതില് എടുത്ത് പറയാനുള്ളത് ഹൈപ്പർകാനിക് അല്ലെ. ഹൈപ്പർകാനിക് റെസ്പിറേറ്ററി ഫെയിലിയർ ആണ്. അതിലെന്താ പറയുന്നത്, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഒരു ഫെയിലിയർ തന്നെയാണ് അവിടെ കാണിക്കുന്നത്. ബ്ലഡിൽ കൂടുതലായിട്ട് CO2 അല്ലെ, നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് വരികയാണെങ്കിൽ അതിനെ പുറന്തള്ളാനായിട്ട് പറ്റുന്നില്ല. നമുക്കറിയാം ഓക്സിജൻ എടുക്കുകയും നിശ്ചിതളവിൽ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ആണ് നമ്മൾ വലിച്ചെടുക്കുന്നത് അല്ലെ. പക്ഷെ ഓട്ടോമാറ്റിക്കലി നമ്മളിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കൂടുതലായിട്ട് നമ്മുടെ ബ്ലഡിലേക്ക് ലയിക്കുന്നത്. മതിയായ രീതിയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഹൈപ്പർകാനിക് റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായ വെള്ളം ബ്ലഡിലേക്ക് ലയിക്കുന്നു, തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളാനായിട്ട് പറ്റുന്നില്ലാത്തൊരവസ്ഥ. നമുക്ക് ആവശ്യം ഓക്സിജൻ ആണ് അല്ലെ. അതാണ് അവിടെ വരുന്ന ആ ഒരു ഫെയിലിയർ വരുന്നത്. ചെയ്യോ ഇനി എന്തെങ്കിലും
എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കാം. ക്ലിയർ ആണ്. എവിടെയെങ്കിലും മാർക്ക് ഇങ്ങനെ വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കാം. 2 അബ്രിവേഷൻ ഉണ്ട്, അത് അങ്ങനെ തന്നെ മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കുക. അത് ഇമ്പോർട്ടന്റ് ആണ്, മിക്കപ്പോഴും കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വിട്ടുപോകാതെ തന്നെ പഠിക്കുക. അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓപ്പറേഷൻ തിയേറ്ററിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കാം. തിയേറ്ററിൽ നോക്കാം. എന്തായാലും നമ്മൾ ഫസ്റ്റ് പേജ് കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ആഴ്ച കുറച്ച് കൂടുതൽ ദിവസം നിങ്ങളോടൊപ്പം ഉണ്ടായി. വേറെ നാളെയും ഉണ്ടാവും. എന്നാലും ചിലപ്പോൾ നെക്സ്റ്റ് വീക്കിൽ എനിക്ക് അവർ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് കണ്ടിന്യൂസ് തന്നെ കാണുന്നതിൽ വിരസം പ്രകടിപ്പിക്കേണ്ട. നെക്സ്റ്റ് വീക്കിൽ കുറവായിരിക്കും. ഓറായിട്ട് വരുന്നുണ്ടോ? എല്ലാ ദിവസവും വരുന്നായിരുന്നു. നമ്മളെ നെക്സ്റ്റ് ഡേയിലും കയറുന്നതായിരിക്കും. നെക്സ്റ്റ് ഡേയും ഇതിന്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, ma'am. Thank you, ma'am.